മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ശക്തമായ ബന്ധങ്ങൾക്ക് വേണ്ടത് മനോഹരമായ മുഖമോ സുന്ദരമായ വാക്കുകളോ അല്ല, പരിഗണിക്കാനുള്ള മനസ്സും തകർക്കാനാവാത്ത വിശ്വാസവുമാണ്. ഓർമ്മകൾ സമ്മാനിക്കുന്ന ചില നിമിഷങ്ങൾ അമൂല്യമാണ്. കാരണം ആ ഓർമ്മകളാണ് നിങ്ങൾ ഒരാളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കി തരുന്നത്. ആർക്കും ഇരുമ്പിനെ നശിപ്പിക്കാൻ കഴിയില്ല, പക്ഷേ സ്വന്തം തുരുമ്പിന് കഴിയും. അതുപോലെ ആർക്കും ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ കഴിയില്ല, പക്ഷേ ഒരാളുടെ മാനസികാവസ്ഥയ്ക്ക് അതിന് കഴിയും. ഭക്തരെ, നിങ്ങളുടെ ജീവിതം മറ്റൊരാളുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തുന്നതിൽ യാതൊരു കാര്യവുമില്ല. താരതമ്യങ്ങൾക്കപ്പുറവും സാദൃശ്യങ്ങൾക്കപ്പുറവുമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം. ആശ്രയിക്കാൻ ആരുമില്ലാതാകുന്ന നിമിഷത്തിൽ നിന്നുമാണ് മിക്ക വ്യക്തികളും സ്വന്തം വ്യക്തിത്വത്തിൻ്റെ മഹിമയും മഹത്വവും കഴിവും കരുത്തും തിരിച്ചറിയുന്നത്. ഭക്തരെ, മറന്നു പോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത്. ഇതിനിടയിൽ കിട്ടുന്ന കുറച്ചു സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗതുല്യമായ ജീവിതം. പ്രയാസങ്ങൾ ഹൃദയത്തെ തകർത്താലും പ്രതീക്ഷകൾ കൈവിടരുത്. ഏതൊരു ഇരുട്ടും തുളച്ച് ഒരു നാൾ പ്രകാശം നിങ്ങളെ തേടി വരും, പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്ക്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള സത്യം ഉൾക്കൊള്ളുക. നല്ലതേ വരൂ എന്ന് ചിന്തിക്കുക. മനസ്സിനെ എപ്പോഴും ശാന്തമാക്കി വയ്ക്കുക. ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കു വേണ്ടി ആത്മവിശ്വാസം കൈവിടാതെ പ്രവർത്തിച്ചാൽ അവിശ്വസനീയം എന്ന് കരുതിയതുപോലും നിങ്ങളിൽ എത്തിച്ചേരും എന്നതാണ് യാഥാർത്ഥ്യം. താങ്ങി നിർത്താൻ ആരുമില്ല എന്ന തിരിച്ചറിവിൽ വേണം നിങ്ങൾ ജീവിക്കേണ്ടത്. എങ്കിൽ മാത്രമേ തളർന്നു പോകുന്ന ഓരോ അവസ്ഥയിലും നിങ്ങൾക്ക് തളർന്നു വീഴാതിരിക്കാൻ കഴിയൂ. ബന്ധങ്ങൾക്ക് 5 പടികളുണ്ട്. കാണുക, ഇഷ്ടപ്പെടുക, ആഗ്രഹിക്കുക, നേടുക. ഇവ 4 വളരെ ലളിതമായ ഘട്ടങ്ങളാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് 5ാമത്തെ ഘട്ടമാണ്, നിലനിർത്തുക. ഭക്തരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിസാരം എന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾ ആസ്വദിക്കണം. കാരണം പിന്നീടാണത് മനസ്സിലാകുക അവയൊക്കെ എത്ര മൂല്യം ഉള്ളതാണെന്ന്. അപ്പോൾ അതൊന്നും തിരിച്ചു കിട്ടില്ല. നല്ലത് ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ പറയുക, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക. എങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് തിരികെ ലഭിക്കും. ഭക്തരെ, അധ്വാനിക്കുന്നവന് ദാരിദ്ര്യവും നാമജപം ശീലമാക്കിയവന് പാപവും മൗനം പാലിക്കുന്നവന് കലഹവും ജാഗ്രതയുള്ളവന് അപകടവും വന്നു ചേരില്ല. ഹൃദയത്തിലുള്ള മനുഷ്യർ തന്നെ തള്ളിപ്പറയുമ്പോഴാണ് പലർക്കും ഹൃദയം തകർന്നു പോകുന്നത്. പല മുറിവുകൾക്കുമുള്ള മരുന്നാണ് സ്നേഹം. പക്ഷേ മരുന്നുകളൊക്കെ വിഫലമാകുന്നത് സ്നേഹം കൊണ്ട് മുറിവേൽക്കുമ്പോഴാണ്. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.